ഹലോ ഗായ്സ്, ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ താമസിച്ചാണ് കേട്ടോ നമ്മൾ എണീറ്റിട്ടുണ്ടായത്. അപ്പോഴേക്കും ഒരു വൈകുന്നേരം എപ്പോഴേക്കും വീട്ടിൽ നിന്ന് അമ്മായും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഒപ്പം കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ പണി തുടങ്ങാനായിട്ട് പോയി കേട്ടോ. എൻ്റെ ഉമ്മയാണേ ഇന്ന് പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരി ഇറച്ചിക്കറി ഉമ്മ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന്. അവനാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയൊക്കെ വാട്ടുവാണ് കേട്ടോ. അപ്പോഴേക്കും ഉമ്മയാണെങ്കിൽ പരിപ്പോടൊക്കെ വേണ്ടിയിട്ട് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പരിപ്പോടെ ഉണ്ടാക്കാൻ അറിയില്ല. അപ്പം എൻ്റെ വാപ്പയാണ് കേട്ടോ. ചട്ടിപ്പത്തിരിക്കുള്ള സവാള ഇത് പച്ചമുളകും. അങ്ങനെ വാപ്പി വീഡിയോ എടുക്കണം കണ്ടിട്ടാണ് കേട്ടോ എൻ്റെ അടുത്തേക്ക് വന്നത്. കുറച്ച് നേരം എൻ്റെ അടുത്ത് അതും ഇതൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ കാണിച്ച് സവാള വാട്ടുവാണ്, അതിൻ്റെ ഒപ്പം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം പറഞ്ഞിട്ട് വാപ്പി പോയി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മസാലകളൊക്കെ ഇട്ടു, സവാള ഇങ്ങനെ വാട്ടി. അപ്പോഴേക്കും അവൻ ഉമ്മി പത്തിരി ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ പോയിട്ട് അവൻ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ചിക്കൻ ഇട്ടു, ചിക്കൻ നല്ലപോലെ ഇതാക്കി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് കേട്ടോ ഇതേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ലപോലെ വാട്ടിയിട്ട് പിന്നെ നമ്മൾ മസാല സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഓൻ വന്നിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്, ഇളക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എന്താണ് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് മുട്ടയൊക്കെ ഇതാക്കി വെക്കുവാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പം ചുടണമല്ലോ, ചട്ടിപ്പത്തിരി ഉണ്ടാക്കണ്ടേ. അപ്പോഴേക്കും അപ്പത്തിനുള്ള മാവൊക്കെ നല്ലപോലെ കലക്കി. അപ്പോഴാണ് പുറത്തൊരു കാഴ്ച ഉണ്ട്. നമ്മുടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അങ്ങനെയാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ചുടാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ല രീതിക്ക് ഇതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അപ്പമൊക്കെ ആക്കി അപ്പം മുട്ടയിലൊക്കെ മുക്കി നമ്മൾ സെറ്റാക്കി വെക്കാം കേട്ടോ. നമുക്ക് 3 ലെയറാക്കിയിട്ടാണ് ഉണ്ടാക്കാറ്. പൊതുവേ ഞാൻ 4 ലെയറൊക്കെ ആക്കാറുണ്ട്. നല്ല വലുതിലാണ് ഉണ്ടാക്കാറ്. ഇത്തവണ സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഒരു 3 ലെയറായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായത്. ലാസ്റ്റ് പണി പാളുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു, സെറ്റായി. ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തന്നെ കിട്ടി കേട്ടോ. നമ്മളൊരു 2 മിനിറ്റൊക്കെ എടുത്തുള്ളൂ. 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് മുട്ട ഒന്ന് വേവാനുള്ള സമയം. അതൊക്കെ ശേഷം ഒന്ന് മുറിച്ചു, നമ്മളത് സെറ്റാക്കി ഓരോ കഷ്ണങ്ങളാക്കിയിട്ടെല്ലാം മാറ്റി വെച്ചു. ഒരു പാത്രത്തിലാക്കി വെച്ചു. അതിന് വെള്ളം കലക്കണ പരിപാടിയൊക്കെ എൻ്റെ അനിയനാണ് കേട്ടോ. അപ്പം അനിയൻ അങ്ങനെ അവൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കുറേയൊക്കെ ചേർത്തു. അങ്ങനെ അവനൊരു വെള്ളം കലക്കിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ ഉമ്മി പരിപ്പോടെ ഉണ്ടാക്കാൻ തുടങ്ങി. പരിപ്പോടെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി ചിലപ്പോൾ ശരിയാവാറില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. അതിന് എല്ലാ സാധനങ്ങളും റെഡിയാക്കി. അവൻ്റെ സ്പെഷ്യൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം സൂപ്പർ, ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ചട്ടിപ്പത്തിരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അവൻ ആദ്യമായിട്ടാണ്, ഞാൻ എപ്പോഴും പറയും ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അവനും ഭയങ്കര ഇഷ്ടമായി കേട്ടോ ചട്ടിപ്പത്തിരി കഴിച്ചപ്പോൾ. ഇങ്ങനെ അമ്മായിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. അത് കഴിഞ്ഞ് അവർ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്കിന്ന് പത്തിരി ഇറച്ചിക്കറിയായിരുന്നു. പിന്നെ മറ്റേ